തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ കൈലാഷൻ ചാനൽ സംഘടിപ്പിക്കുന്ന നാട്ടുപോരെ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കോട്ടക്കൽ നഗരസഭയുടെ തിരഞ്ഞെടുപ്പാണ്. കോട്ടക്കൽ സഭയുടെ ഇതിനുള്ള വോട്ടർമാർ ഏതെല്ലാം രീതിയിലാണ് ഈ ഇലക്ഷനെ കാണുന്നത്, അവരുടെ മനസ്സിൽ ഏതെല്ലാം ഘടകങ്ങളാണ് കടന്നു പോകുന്നത്, നമ്മുടെ ഈ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന ഭരണം, അതുപോലെ രാജ്യത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ സാഹചര്യം മുതലായ കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ചർച്ച ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഏതൊക്കെയാണ്, ഏത് രീതിയിലൊക്കെയാണ് അവരുടെ മനസ്സിലൂടെ ഇത് കടന്നു പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളോട് സംവദിക്കുന്നത് നഗരസഭയുടെ UDF പ്രതിനിധിയായിട്ടുള്ളത് KK നാസർ അവർകളാണ്. അദ്ദേഹം ഇവിടുത്തെ മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് ER രാജേഷ്, അദ്ദേഹം LDF പ്രതിനിധിയാണ്. അദ്ദേഹം ഇവിടുത്തെ സൗത്ത് ലോക്കൽ സെക്രട്ടറിയാണ്. സ്വാഗതം. മറ്റൊന്ന് BJPയുടെ നേതാവായിട്ടുള്ള KP ഗോപിനാഥൻ, NDAയുടെ ഇവിടുത്തെ കൗൺസിലറാണ്. മൂന്നുപേരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് നിങ്ങൾ ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്ന്, ഏതൊക്കെ ഘടകങ്ങളാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആദ്യമായിട്ട് UDF പ്രതിനിധിയോട് ചോദിക്കാം, എന്താണ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ എന്തെല്ലാം ഘടകങ്ങളാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് വെക്കാനുള്ളത്? കോട്ടക്കൽ നഗരസഭയിലെ ഞങ്ങൾ വെക്കുന്ന മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ, കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ജനങ്ങളെ മുന്നിൽ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തി കാണിച്ചു കൊടുത്തുകൊണ്ട് ഇനിയും ഈ UDFനെ തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ നേടുന്നത്. നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡാണെങ്കിലും ഇൻഡോർ സ്റ്റേഡിയം ആണെങ്കിലും ലൈബ്രറി ആണെങ്കിലും ഇവിടെയുള്ള റോഡുകളാണെങ്കിലും തോടുകളാണെങ്കിലും സംസ്ഥാന തലത്തും ദേശീയ തലത്തിലും വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ വാങ്ങിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ 5 വർഷത്തെ തെരഞ്ഞെടുപ്പിനുള്ള പ്രതിഫലമായിട്ടുള്ള ഒരു വോട്ടിനെ കുറിച്ചാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. അതോടൊപ്പം കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 21 സീറ്റ് നേടിക്കൊണ്ട് ഞങ്ങളെ ഭരണസമിതിയെ അധികാരത്തിലെത്തിയപ്പോൾ LDFന് 9 സീറ്റുണ്ടായിരുന്നു, BJPക്ക് 2 സീറ്റും ഉണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ഏതാനും ദിവസങ്ങളാണ് ഈ ബോർഡിനെ കാലത്തുള്ളത്. ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട 21 ആൾക്കാരും ഇന്ന് UDFൽ ഉറച്ചു നിൽക്കുകയും 9 പേരെ ജയിപ്പിച്ചു വിട്ട CPM 7 പേരായി ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലും കേരള സംസ്ഥാന സർക്കാരുകളുടെ കേന്ദ്ര സർക്കാരുടെയും ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ഒരു വോട്ടും കൂടിയായി മാറും എന്ന് ഉത്തമ വിശ്വാസത്തിലും ഉത്തമ പ്രതീക്ഷയിലുമാണ് ഞങ്ങൾ ഈ ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വരണമെന്ന്, UDF അധികാരത്തിൽ വരണമെന്ന് കോട്ടക്കൽ നിവാസികളോട് അഭ്യർത്ഥിക്കുന്നു. എന്താണ് LDF പ്രതിനിധിക്ക് പറയാനുള്ളത്? LDFനെ സംബന്ധിച്ചിടത്തോളം ഈ മുനിസിപ്പാലിറ്റി വന്നതിന് ശേഷവും അതിനു മുമ്പും ഇവിടെ ഭരണത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്, ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് UDF ആണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗാണ്. ഇത്രയും കാലത്തെ മുസ്ലിം ലീഗിൻ്റെ ഭരണത്തിൻ്റെ നേട്ടം എന്ന് പറയാൻ, എടുത്തു കാണിക്കാൻ എന്തുണ്ട് കോട്ടക്കലിൽ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം. ജനങ്ങൾ പറയുന്നത് കാതലായ ഒരു വികസനവും കൊണ്ടുവരാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനമാണ് കോട്ടക്കൽ UDF സംവിധാനം ഭരിച്ച ഇക്കണ്ട കാലം ഉണ്ടായിട്ടുള്ളത്. ജനകീയാസൂത്രണ പ്രസ്ഥാനം 1996 വന്നതിന് ശേഷം അന്നത്തെ ഗവൺമെൻറ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി 28% പദ്ധതി വീതം താഴെത്തട്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, സർക്കാർ ഫണ്ട് താഴെ കിട്ടിയതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളല്ലാതെ തനത് ഫണ്ട് എന്ന രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, കാതലായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പച്ച വെളിച്ചം പോലെ വ്യക്തമാണ്. അതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ വികസനം എന്താണുള്ളത്? കുടിവെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കാൻ ഇന്നവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവർ വീണ്ടും വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ പറയുന്നത് ഞങ്ങൾ വിജയിച്ചാൽ ഈ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുമെന്ന്. കാരണം മറ്റൊരു ചാനലിൻ്റെ ഷോയുമായി ബന്ധപ്പെട്ട് അവരെല്ലാ വാർഡിലും പോകുമ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥികൾ പറയുന്നത് ഞങ്ങൾ കുടിവെള്ളക്ഷാമം പരിഹരിക്കും എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആട്ടിനോടുത്ത് പോയാൽ പിണ്ണാക്ക് കൊടുക്കാത്തവൻ വീട്ടിൽ ചെന്ന വെളിച്ചെണ്ണ കൊടുക്കുമെന്ന്. ഇത്രയും കാലം ഭരിച്ച അവർ ഇക്കണ്ട കാലം വെള്ളം കൊടുക്കാത്തവർ ഇനി ഒരു 5 കൊല്ലം കെട്ടിയാൽ ഇത് കൊടുക്കും എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള അമൃതം ഫണ്ട് പോലും പിന്നെ ഉപയോഗപ്പെടുത്താതെ അത് ലാപ്സാക്കി കളഞ്ഞ ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതൊക്കെയാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. ഒപ്പം തന്നെ
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന 9.5 വർഷക്കാലമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ നേരിട്ട് തൊട്ടറിഞ്ഞ അനുഭവിച്ചറിയുന്ന ഈ ജനങ്ങൾക്ക് ഒരു പ്രയാസവും കൂടാതെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിയ ഇടതുപക്ഷ മുന്നണിയെ വിജയിപ്പിക്കും ജനങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ് NDAക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ 8 വാർഡിലാണ് മത്സരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ ഭരണം പിടിക്കാനോ പ്രതിപക്ഷമാവാനോ നമ്മൾ ആത്മാർത്ഥമായിട്ട് കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മൾ വാർഡിലാണ് പ്രവർത്തിക്കുന്നത്. വാർഡിൻ്റെ ഇതുവരെ 20 വർഷമായിട്ട് തുടർച്ചയായിട്ട് നിൽക്കാൻ കാരണം വാർഡിൻ്റെ വികസന പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പരാതികളും മറ്റതും പരിഹരിച്ചുകൊണ്ട് അവിടുത്തെ വികസനവുമായി മുന്നോട്ട് പോകണമെന്ന ഒരു സമീപനമാണ് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. അത് തുടർച്ചയായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഈയിടെപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചതിൽ നമ്മൾ പറയുകയാണെങ്കിൽ UDF ആണ് ഈ നമ്മുടെ പഞ്ചായത്ത് തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആയപ്പോഴും ഒക്കെ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് തോന്നുന്നുണ്ടോ ഈ മറ്റ് നമ്മുടെ ജില്ലയിലെ മുനിസിപ്പാലിറ്റികളെ വെച്ച് നോക്കുമ്പോൾ പറയത്തക്ക ഒരു നേട്ടം ഈ കോട്ടക്കൽ നഗരസഭയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, ഇവിടെ ഇപ്പോൾ നമ്മൾ കോട്ടക്കൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ ബിൽഡിങ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് പ്രധാനമായിട്ടുള്ളത്. കെട്ടിട ടാക്സ്, അതുപോലെ ഇപ്പോൾ അരിശാല ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വരുമാനമൊക്കെയാണ്. എന്തുകൊണ്ടാണ് ആ ഒരു നോക്കുമ്പോൾ മറ്റ് മുനിസിപ്പാലിറ്റികളേക്കാൾ കൂടുതൽ വരുമാനമുള്ളതായിട്ട് തോന്നുന്നു? ശരിയാണോ? അങ്ങനെയാണെങ്കിൽ അത്തരം നേട്ടങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടോ? നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര രൂപയാണ് ഒരു വർഷത്തിൽ നഗരസഭയ്ക്ക് തനത് ഫണ്ട് എന്നുള്ളത് നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ കിട്ടും. മറ്റ് മുനിസിപ്പാലിറ്റികളെ അത്ര തന്നെയും അല്ലെങ്കിൽ അതിനെക്കാട്ടും കുറവാണ് കോട്ടക്കൽ നഗരസഭയുടെ ഓൺ ഫണ്ട് എന്ന് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. കാരണം ആയുർവേദശാല കുറവാണോ? മറ്റ് മുനിസിപ്പാലിറ്റികളെ അപേക്ഷിച്ച്, മലപ്പുറം മുനിസിപ്പാലിറ്റിയെ അപേക്ഷിച്ച് മറ്റുള്ള മുനിസിപ്പാലിറ്റികളെ അപേക്ഷിച്ച് നമ്മുടെ ഫണ്ട് ഓൺ ഫണ്ടിൻ്റെ വരുമാനം കുറവാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് 92% കളക്ഷൻ നടത്തുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും നല്ല കളക്ഷൻ നടത്തുന്ന മുനിസിപ്പാലിറ്റി 92% ഈ ഡിസംബർ ആയപ്പോഴേക്കും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നടത്തിയ നഗരസഭ എന്നുള്ള പേര് സൈറ്റിൽ കിടക്കുന്നത് കോട്ടക്കൽ നഗരസഭയെക്കുറിച്ചാണ്. മാത്രമല്ല ആരോഗ്യശാലയുടെ വരുമാനം എന്ന് പറഞ്ഞ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, ഇവിടുത്തെ ഫാക്ടറി, മറ്റുള്ള കാര്യങ്ങൾ, ചാരിറ്റബിൾ ഹോസ്പിറ്റൽ ചാരിറ്റി ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ബിൽഡിംഗ് ടാക്സുകളോ മറ്റോ ടാക്സുകളോ എക്സംഷനാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന തൊഴിൽ നികുതിക്ക് മാത്രമാണ് കോട്ടക്കൽ നഗരസഭയുടെ വരുമാനമായിട്ടുള്ളത്. അത് മറ്റുള്ള അപേക്ഷിച്ച് 10 ലക്ഷം ഉറുപ്പിയാണ് വർഷത്തിലെ വാർഷിക വരുമാനത്തിൽ ആയുർവേദശാലയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മറ്റുള്ള അതുകൊണ്ട് തന്നെ കോട്ടക്കൽ ആയുർവേദശാലയുടെ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് ഫണ്ടിനേക്കാൾ അപ്പുറത്തേക്ക് കോട്ടക്കൽ ആയുർവേദശാലയിലേക്ക് വരുന്ന വിദേശത്തുള്ള ആളുകളും ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോട് അനുബന്ധമായിട്ടുള്ള കുറേ വരുമാനങ്ങൾ ഞങ്ങൾക്ക് വേറെ നാട്ടുകാർക്കായിട്ട് കിട്ടും. നഗരസഭയ്ക്ക് നേരിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കോട്ടക്കൽ നഗരസഭയിൽ മറ്റ് എവിടെ ഭരണം LDFന് കൂടെ നിന്നപ്പോഴും കോട്ടക്കലെ ജനങ്ങളും കോട്ടക്കൽ ആളുകളും UDFനൊപ്പം ഉറച്ചു നിന്ന ഒരു ജനത. എന്തുകൊണ്ട്? ഞങ്ങളുടെ മതേതരത്വം കാഴ്ചപ്പാടുകൾ, വികസന കാഴ്ചപ്പാടുകൾ എല്ലാം പൊതുസമൂഹത്തിനിടയിൽ വെളിച്ചം പോലെ വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ കുടിവെള്ള ക്ഷാമത്തിൽ അമൃതം ഫണ്ട് ലാപ്സാക്കിയെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരൻ രാജേഷിനത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. കഴിഞ്ഞ മാസത്തിൽ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ തലേന്നാണ് അത് ടെൻഡർ TT കൺസ്ട്രക്ഷൻ വർക്ക് കമ്പനി എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു ടെൻഡർ കമ്പനിയാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുത്തിട്ടുള്ളത്. 16 കോടി രൂപയുടെ ടെൻഡർ പ്രോസസ്സിംഗ് നടത്തിയത് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള അമൃതം പദ്ധതി കോട്ടക്കൽ നഗരസഭയ്ക്ക് പാസ്സായിട്ടുണ്ട്. അതിൻ്റെ ഒരു പോർഷൻ, ചെറിയ ഭാഗം മിനി റോഡിൽ അവർ സമർപ്പിച്ചിട്ടുമുണ്ട്. ഈ അമൃതം പദ്ധതി നഗരസഭൻ്റെ ഫണ്ടല്ല, സംസ്ഥാന സർക്കാർ. ഇത് ടെൻഡർ ചെയ്യേണ്ടത് നഗരസഭയല്ല. ഇതിൻ്റെ വെള്ളപ്പോക്കും ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെയും സർക്കാരിൻ്റെയും വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനമാണ്. ഗവൺമെന്റിന്റെ അവഗണന ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും. ഫണ്ട് പാസ്സാക്കിയിട്ട് നമുക്ക് ഇതുവരെ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ കഴിയാതെ വളരെ വൈകിയതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞ ഫണ്ട് ലാപ്സാക്കി എന്നാ പറയുന്നത് തെറ്റാണ്. ടെൻഡർ നടന്ന വിവരം പോലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജേഷ് അറിഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് വരേണ്ട പദ്ധതിയായിരുന്നു. ഇത് സർക്കാരിനെ പഴിചാരിയിട്ട് കാര്യമില്ല. ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ളതാണ്.
തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഫണ്ട് അനുവദിക്കുകയും പദ്ധതി നൽകുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന്റെ ഉത്തരവാദിത്വം അതാത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ളതാണ്. ഇവരുടെ തമ്മിൽ പോരിന്റെ ഭാഗമായി ഇത് വൈകിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞു മിനി റോഡിൽ ഇത് ഇട്ടിട്ടുണ്ട് എന്നുള്ളത്, ഇത് പൈപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ ആ റോഡ് കുഴിച്ച സമയത്ത് എന്നാൽ ഇതും കൂടി കൂട്ടത്തിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേറെയും കുറേ പദ്ധതി അതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, കാരണം നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു ചർച്ചയിലേക്കല്ല അത് പോകുന്നത്. അതിന്റെ ഭാഗമായി അടുത്ത മാസം ചെയ്യേണ്ട ടെൻഡർ ആക്കാത്തതിന്റെ വർക്ക് കൂടിയും ഇപ്രാവശ്യം അവിടെ തുടങ്ങി വെച്ചു എന്നുള്ള ഒരു പരാതിയും ഒക്കെ കേൾക്കുന്നുണ്ട്. അതൊന്നും ഞാൻ കിടക്കുന്നില്ല. അമൃതം ഫണ്ട് കോട്ടക്കൽ നഗരസഭ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സർക്കാർ ഇതിലേറെ തൂതപ്പുഴ പദ്ധതിയുടെ 105 കോടിയുടെ പദ്ധതി ഈ പ്രദേശത്തേക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ സാറ്റലൈറ്റ് സർവേ ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ട് തൂതപ്പുഴ പദ്ധതി കുടിവെള്ള പദ്ധതി അത് നമ്മുടെ കോട്ടയം മുനിസിപ്പാലിറ്റി മൊത്തം എല്ലാ മുക്കിലും മൂലയിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി സർക്കാർ അത് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സർവേ കഴിഞ്ഞു, എല്ലാ മേഖലയിലും പോയി അവർ സർവേ എടുത്തു. അത് മുനിസിപ്പാലിറ്റി അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അത് നഗരസഭയ്ക്ക് യാതൊരു ബന്ധമില്ലേ? നഗരസഭയ്ക്ക് ഒരു ബന്ധമില്ല. അത് നഗരസഭയ്ക്ക് ഒരു പങ്കുമില്ലാത്ത അമൃതം പദ്ധതി നടപ്പിലാക്കാതിരിക്കുമ്പോൾ നേരം വൈകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി അത് നഗരസഭയുടെ ഒരു കാര്യസ്ഥത മോശമില്ലായ്മ കാണിക്കുന്നു. പക്ഷേ അമൃതം പദ്ധതിയിലെ ഇപ്പൊ അദ്ദേഹം നേരത്തെ ഏതൊരു പദ്ധതിക്കാണെങ്കിലും സർക്കാർ നൽകുന്ന പദ്ധതിയുടെ കൂടെ നിന്ന് അത് ഏത് ഭരണകക്ഷിയാണോ താഴെ അത് LDF ആണ്, UDF ആണ്, BJP ആണ്, ഏത് പദ്ധതി ആര് ഭരിക്കുന്നതാണെങ്കിലും ആ പദ്ധതിക്ക് ഒപ്പം നിൽക്കാൻ സർക്കാർ തയ്യാറാണ്. കാരണം 28% പദ്ധതി വീതം താഴേക്ക് കൊടുക്കുന്ന നിയമം പാസ്സാക്കിയ LDF ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നേരത്തെ KK പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ല കുറവാണെന്ന്. എന്തുകൊണ്ടാണ് വരുമാനം കുറവാകുന്നത്? ഇല്ലാഞ്ഞിട്ടല്ല. കേരള സംസ്ഥാനത്തിനകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റികളുടെ പട്ടികയിൽ ഒന്നാണ്. ഇവർ ചോദിക്കട്ടെ, ഉണ്ടാക്കാൻ പറ്റും, ഇതിലേറെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ഒന്നാം നിര മുനിസിപ്പാലിറ്റിയുടെ ഗണത്തിലാണ് കോട്ടയം മുനിസിപ്പാലിറ്റി ഉള്ളത്. എന്നാൽ ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ ഇത് 2023-24 ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം വന്നിട്ടുള്ള കണക്കാണ്. 2023-24 ഓഡിറ്റ് റിപ്പോർട്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷനിൽ 6,70,000 രൂപ കുടിശ്ശിക പിരിച്ചെടുക്കണ്ട്. മൊബൈൽ ടവറുകളെ നികുതി കുടിശ്ശിക 7,55,001 രൂപ പിടിച്ചെടുക്കണ്ട്. അങ്ങനെ ഓരോന്ന് എടുത്ത് പരിശോധിക്കാൻ കുടിശ്ശിക ഇഷ്ടം പിരിക്കാണ്ട്. ഈ ബസ് സ്റ്റാൻഡിന്റെ പണി കഴിഞ്ഞിട്ട് 2 വർഷമായി, ഇതുവരെ ഇതിന് വാടക കിട്ടിയിട്ടുണ്ടോ? ഈ ബസ് സ്റ്റാൻഡ് തുടക്കം കുറിച്ചിട്ട് എത്ര കാലമായി? ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇതുവരെ അതിന്റെ ഒരു വാടക കിട്ടാനുള്ള പരിപാടിയിലേക്ക് ഇവർ പോയിട്ടില്ല. 49 ലക്ഷത്തോളം 3 മാസം കൂടുമ്പോൾ ഓൺ ഫണ്ടിൽ നിന്നും എടുത്ത് ഇതിന്റെ വാടക അടയ്ക്കുന്ന പരിപാടിയായിരുന്നു നടന്നിരുന്നത്. ഇപ്പോൾ ഒരു 8 കോടി രൂപ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലോൺ 50 കൊല്ലത്തേക്ക് മറ്റേ പലിശ ഇല്ലാത്ത ലോൺ കിട്ടിയപ്പോൾ അതടച്ച് അതിന്റെ പലിശയും മുതലടക്കും കുറച്ചിട്ടുണ്ട്. അതും ഇപ്പൊ അടച്ചുകൊണ്ടിരിക്കുന്നത് ഓൺ ഫണ്ടിൽ നിന്നാണ്. വാടക പിരിച്ചെടുത്തിട്ട് വേണം ഇത് അടയ്ക്കാൻ. ആ വാടക പിരിച്ചെടുക്കാതെ അടുത്തടയ്ക്കാതെ ഈ നാട്ടിലെ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കേണ്ട ഓൺ ഫണ്ടിൽ നിന്നും പൈസ എടുത്ത് അടയ്ക്കുന്ന നിലപാടാണ് മുനിസിപ്പാലിറ്റി. സംസ്ഥാന സർക്കാരിന്റെ ഓൺ ഫണ്ടിന്റെ സമാഹരണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സൈറ്റിൽ പോയി നോക്കിയാൽ 92% ഇവിടെ കിട്ടേണ്ട നികുതി പണവും ഇവിടെ കിട്ടേണ്ട ടാക്സും ഇവിടെ കിട്ടേണ്ട വാടക അടക്കമുള്ള ഫണ്ട് പിരിച്ച സംസ്ഥാനത്തുള്ള ഏക മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഞാനും രാജേഷും ഒക്കെ നിൽക്കുന്ന ഗോപിയൊക്കെ നിൽക്കുന്ന കോട്ടക്കൽ നഗരസഭയാണെന്ന് അടിസ്ഥാനപരമായിട്ട് പറയും. കഴിഞ്ഞ 2 ദിവസം ഈ വർഷം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറയുന്ന ഈ ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ടാണിത്. വിവരാവകാശ പ്രകാരം 10 രൂപ കൊടുത്ത് ആർക്കും കിട്ടും. ഞാൻ പറയുന്നതല്ല, കഴിഞ്ഞ FSCയുടെ കണക്ക് പരിശോധിക്കാൻ വേണ്ടി കഴിഞ്ഞ കൗൺസിൽ കൂടിയിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല ഇവിടെ 17 കോടി രൂപയോളം ഇപ്പോൾ കയ്യിൽ ഓൺ ഫണ്ട് നീക്കിയിരിക്കുള്ള ഒരു നഗരസഭയാണ് കോട്ടക്കൽ നഗരസഭ. അത് ഏത് അക്കൗണ്ടിലാണ്? ഈ കോട്ടക്കലിലെ വിവിധ അക്കൗണ്ടുകളിൽ കോട്ടക്കൽ നഗരസഭയുടെ വിവിധ അക്കൗണ്ടുകൾ ഞാൻ കറണ്ട് അക്കൗണ്ടുകളിൽ അല്ലേ? SB അക്കൗണ്ടിലുണ്ടോ? FDയിലുണ്ടോ? കറണ്ട് അക്കൗണ്ടിലല്ലേ കിടക്കുന്നത്? ഞാൻ അറിയാം, അല്ലെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഞാൻ മനസ്സിലാക്കിയതാ പറയുന്നത്. ഭരണസമിതിയുടെ ഒരു ഭാഗമായിരുന്നല്ലോ എന്താണ് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു നിലപാട്? കുടിവെള്ളത്തിന്റെ കാര്യം ഞാൻ പറയാം. കുടിവെള്ളത്തിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഗരസഭയുടെ കുടിവെള്ള പദ്ധതി പ്രകാരം ജൽജീവൻ മിഷൻ പ്രകാരം ആദാനോട് പഞ്ചായത്തും മാറാക്കര പഞ്ചായത്തും കോട്ടയം മുനിസിപ്പാലിറ്റി 37 ലക്ഷം രൂപ കോട്ടയം മുനിസിപ്പാലിറ്റി അടച്ചിട്ടുണ്ട്. അത് ആ പദ്ധതി പ്രകാരം അമൃതന്റെ 2 കോടി രൂപ വെച്ചിട്ട് എക്സ്റ്റൻഷൻ വർക്കിന് കുടിവെള്ളം ശാശ്വതമായ ഒരു പരിഹാരം കിട്ടാൻ അത് മാത്രമേ നടക്കുള്ളൂ. അത് അടച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതേമാതിരി തന്നെ കുഴൽക്കിണർ കുഴിച്ചു, അത് അട്ടർ ഫെയിലറാണ്. 1,25 ലക്ഷത്തിന് കോട്ടയം മുനിസിപ്പാലിറ്റി കുഴൽക്കിണർ കുഴിച്ചു. ആ കുഴൽക്കിണറിലൊന്നും 50-70% ഇരുമ്പിൻ്റെ അംശമാണെന്ന് പറഞ്ഞിട്ട് കുടിക്കാൻ പറ്റാതെ എത്ര പൈസ ലാപ്സായി പോയി. ഞാൻ ആരെയും
പറയല്ലത്. തീർച്ചയായിട്ടും. ആസൂത്രണമില്ലായ്മയുണ്ടോ അതില്? കോട്ടക്കൽ നഗരസഭ എന്ന് പറയുന്നത് വെള്ളത്തിന് ഏറ്റവും സ്രോതസ് കമ്മിയുള്ള ഒരു പ്രദേശമാണ്. നമ്മളെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം എന്ന് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് സമീപിച്ചു. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഇന്ന സ്ഥലത്ത് കുത്തിയാൽ വെള്ളം കിട്ടും. അത് ആദ്യം പരിശോധിക്കുന്നതിന് വേണ്ടി ആവശ്യമായുള്ള ഫണ്ട് നിക്ഷേപിച്ച ഉടനെ അവർ എസ്റ്റിമേറ്റ് തരും. 1,15,00,000 രൂപ അടച്ചാൽ ഈ 10-25 പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി പല ഭാഗത്തായി കോയൽക്കിണർ കുത്തിയെങ്കിലും അവിടെ വെള്ളം കുടിക്കാൻ ഉപയോഗശൂന്യമാണെന്നുള്ള റിപ്പോർട്ടും തരുന്നത് ഗ്രൗണ്ട് വാട്ടർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാഷ് ലാപ്സ് ആയിട്ടില്ല. പദ്ധതികൾ വേണ്ടത്ര രീതിയിൽ പദ്ധതികൾ ആ പദ്ധതികൾ അവിടെ കുഴൽക്കിണറുണ്ട്. അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? തീർക്കാനും പറ്റില്ല. അത് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ 1.6 മീറ്ററാണ് പറഞ്ഞിട്ടുള്ളവർ. അത് കാട്ടിക്കൊടുത്താൽ അവർ ഒരു PWD സമ്മതം വാങ്ങണമെന്ന്. PWDക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു സമ്മതം കിട്ടൂല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരാണ് ചെയ്യുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ. ഇത് 17 കോടി രൂപ എവിടെ ഉണ്ട് എന്നുള്ളതിനുള്ള സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ഒരു 4 ദിവസം മുന്നേ നഗരസഭയിൽ നടത്തിയിട്ടുള്ള FSCയുടെ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. കറണ്ട് അക്കൗണ്ടിലാണ് കിടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. തിരുത്താൻ ഞാൻ തയ്യാറാണ് കേട്ടോ. എന്റെ ധാരണ തെറ്റാണെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്, ഒരു മടിയില്ല. അതുപോലെ ഫിക്സഡ് എമൗണ്ട് ഇരിക്കട്ടെ, നമ്മൾ ഏതായാലും വികസന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. മറ്റൊരു കാര്യം, ഒരു മിനിറ്റ് അക്കൗണ്ടിൽ 2,43,00,000 നമുക്ക് ഒരു വിഷയത്തിൽ അടിസ്ഥാനമായിട്ട് സംസാരിക്കാം. ആരുടെ SB അക്കൗണ്ടിൽ? മുനിസിപ്പാലിറ്റി അക്കൗണ്ട്. അവിടെ സെക്രട്ടറിയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടോ? അവിടെ സെക്രട്ടറിയുടെ മാത്രം പേരിൽ എന്താണ്? ഞങ്ങളാരുടെ പേരിലല്ലല്ലോ പൈസ. അല്ല, സെക്രട്ടറിയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടോ? സെക്രട്ടറിയുടെ മാത്രം പേരിൽ നിങ്ങളുടെ പേരിലുണ്ടോ? കോട്ടക്കൽ നഗരസഭയുടെ പൈസ കോട്ടക്കൽ നഗരസഭ സെക്രട്ടറിയുടെ പേരിലാണ് രാജേഷ് ഉണ്ടാവുക. എന്താ സെക്രട്ടറിയുടെ പേരിലാവും? എന്താ അതറിയാത്ത ഒരു കാര്യം, നമ്മൾ ഐറിഷ് പദ്ധതി പ്രകാരം വാർഷിക കണക്കിൽ പെടാത്ത അക്കൗണ്ടുകൾ സെക്രട്ടറിയുടെ പേരിൽ അഴുക്കുചാൽ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. കോട്ടക്കലെ ഐറിഷ് പദ്ധതി അന്നത്തെ സാഹചര്യത്തിൽ ശരിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അട്ടർ ഫെയിലിയർ ആണ്. എന്തുകൊണ്ട്? ആ വെള്ളം ഒലിച്ചു വരുന്നത് ആ PWD റോഡാണ്. PWD ആണ് അത് ശരിയാക്കേണ്ടത്. ഞാൻ ചെയർമാനായപ്പോൾ ഇവിടെയുള്ള ഒരു സ്റ്റാഫ് അംഗത്തെ കൂട്ടി ഞാൻ അന്നത്തെ സുധാകരൻ മിനിസ്റ്റർ പോയി കണ്ടപ്പോൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് 2017-18 നന്നാക്കാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2023 കൗൺസിലിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അത് PWD റോഡാണ്. അവിടെ നഗരസഭയ്ക്ക് ഒന്നും ചെയ്യാനില്ലേ? അത് PWD റോഡാണ്. PWD ആണ് അതിൽ ഫണ്ട് വെച്ച് അത്തരത്തിലുള്ള കോട്ടക്കൽ നഗരസഭയുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടെ ഒലിച്ചു പോകുന്ന ജനങ്ങൾക്കും നാട്ടുകാർക്കൊക്കെ പ്രയാസത്തിലൂടെ ഒരു ഓട്ടോറിക്ഷ വരെ ഒലിച്ചു ഇറങ്ങുന്ന രീതിയിലുള്ള മഴവെള്ളപ്പാച്ചിലിൽ നിൽക്കുന്ന ആ സംഗതിക്ക് അവസാന വാക്ക് പറയേണ്ടത് PWD ആണ്. അത് അന്ന് ഈ ഐറിഷ് പദ്ധതി തുടങ്ങുന്ന സമയത്തും അത് PWD റോഡായിരുന്നില്ലേ? അപ്പൊ അത് അന്ന് നടത്തിയത് മുനിസിപ്പാലിറ്റി അല്ലേ? അല്ലല്ലോ, അന്ന് PWD നടത്തിയത്. ഒരു സംശയമില്ല, PWD അന്ന് നടത്തിയത്. അന്ന് PWD അന്നേ അത് നടത്തേണ്ടത് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട രീതിയിൽ ഇവിടുത്തെ ആളുകളും കച്ചവടക്കാരും എല്ലാം ആ ഡ്രെയിനേജിലേക്കാണ് വേസ്റ്റ് ഇട്ടിരുന്നത്. ആ വേസ്റ്റ് ഒഴിവാക്കിയെന്ന് പുത്തൂർ നമുക്കറിയാലോ. 10-12 കൊല്ലം മുന്നേ പുത്തൂർ പ്രദേശത്തേക്ക് നമുക്ക് നീങ്ങാൻ പറ്റുമായിരുന്നോ? ഒതുക്കിങ്ങൽ പഞ്ചായത്തിലെ ആളുകൾ മൊത്തം കോട്ടക്കൽ നഗരസഭയിലേക്ക് വന്ന് സമരം ചെയ്ത് നമ്മൾ മറന്നോ? അങ്ങനെ വ്യാപാരികൾ ഇവിടെ അത് മൂടിയതിൻ്റെ പേരിൽ വ്യാപാരികൾ ഇവിടെ ഹർത്താൽ ആചരിച്ചു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി? ആ പ്രശ്നങ്ങൾക്കൊക്കെ ഇന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഏറ്റവും വളരെ മാന്യമായിട്ടുള്ള എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആ ഐറിഷ് പദ്ധതിയോടുകൂടി വന്നു. എല്ലാവരും ഈ ഡ്രെയിനേജിലേക്കാണ് കച്ചവടക്കാരും നമ്മളുടെ ഇവിടുത്തെ ആരാധനകൾ പോലുള്ള വേസ്റ്റുകൾ ഈ ഡ്രെയിനേജിലേക്കാണ് അന്ന് വന്നിരുന്നത്. കോട്ടക്കൽ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പം നമ്മൾ വളരെ കാലം മുതലേ കാണാൻ തുടങ്ങിയ മെയിൻ റോഡ്, മലപ്പുറത്തേക്ക് പോകുന്ന റോഡ് അന്ന് കുറച്ച് വീതിയുള്ള റോഡാണ്. ബാക്കി നോക്കുമ്പോഴൊക്കെ ഒരു ഇടുങ്ങിയ റോഡുകളാണ്, ചുറ്റുപുറത്തുള്ള റോഡുകളും. അത് ഒരു ഇവിടെ ശരിക്കും ബിൽഡിംഗ് റൂൾ നടപ്പാക്കാൻ വൈകി എന്നൊരു ആക്ഷേപം പൊതുവെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണോ അത് ഉണ്ടായിട്ടുള്ളത്? 2010 കോട്ടക്കൽ നഗരസഭയിൽ 2010 കാലത്തിലാണ് നഗരസഭയിൽ മൊത്തത്തിൽ ബിൽഡിംഗ് റൂളുകൾ വന്നത്. ആ സമയത്ത് നമ്മൾ നടപ്പാക്കിയിട്ടില്ല എന്നൊരു ആക്ഷേപം പുറത്ത് ഒരിക്കലും. അത് ബിൽഡിംഗ് റൂൾ നടപ്പാക്കാതിരിക്കാൻ മുനിസിപ്പൽ ആക്ട് പ്രകാരം ബിൽഡിംഗ് റൂള് എന്താണെങ്കിലും നടപ്പാക്കിയേ മതിയാവുള്ളൂ. അന്ന് മുതൽ 2010 മുതലാണ് ബിൽഡിംഗ് റൂൾ ഇവിടെ കോട്ടക്കൽ വരുന്നത്. അത് അന്ന് മുതൽ ഇവിടെ കേരളത്തിൽ മൊത്തം നടപ്പിലാക്കി. അന്ന് വിരലിലെണ്ണാവുന്ന സ്ഥലത്ത് മാത്രമാണ് ബിൽഡിംഗ് റൂളുകൾ ഉള്ളത്.
ഇവിടെ 2010 ബിൽഡിംഗ് റൂൾ. കോട്ടക്കൽ പോലുള്ള സ്ഥലം അന്ന് നമ്മളെ ബന്ധുള്ള ആര്യവൈദ്യശാല എന്ന് പറയുന്നത് നമ്മളെ വേൾഡിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വിദേശികളൊക്കെ വരുന്ന സ്ഥലമാണ്. അങ്ങനെ നോക്കുമ്പോൾ അത് നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് ഒരു അതിൻ്റെ സൗകര്യം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ ഇത്ര കാലം ഭരിച്ചിട്ട് തോന്നുന്നത്. പഞ്ചായത്തുകൾ ബിൽഡിംഗ് റൂൾ നിർബന്ധമല്ലായിരുന്നു. അതെ, പഞ്ചായത്തുകൾ അത് മുനിസിപ്പാലിറ്റി ആയപ്പോൾ 2010 പാലോളി മിനിസ്റ്ററാണ് കേരളത്തിൽ മൊത്തത്തിൽ ബിൽഡിംഗ് റൂൾ ആക്ട് കൊണ്ടുവന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും മുനിസിപ്പാലിറ്റിയിൽ ബിൽഡിംഗ് റൂൾ വന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന എല്ലാ ഫയലുകളും ആ രീതിയിലേ വരാൻ പറ്റുള്ളൂ. സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിൽഡിംഗ് റൂളുകൾ മറ്റൊക്കെ വന്നത്. അത് കോട്ടക്കലിലും വന്നു. വ്യക്തമായ കാര്യം പറയാനുണ്ട്. എന്താ വെച്ചാൽ ഈ ബിൽഡിംഗ് റൂൾ വന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തൊട്ടടുത്ത അയൽവാസി ഒന്ന് കയറി വന്നാൽ, അവിടെ വളച്ച് കെട്ടിയാൽ, അവിടെ മതിൽ കെട്ടിയാൽ നമ്മൾ എതിർക്കില്ലേ? സ്വാഭാവികമായിട്ടും മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം കയ്യേറിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി നോട്ടീസ് വരെ കൊടുത്തിട്ടുണ്ട് പലർക്കും. പല സമരങ്ങളും പല നിവേദനങ്ങളും ചെല്ലുമ്പോഴാണ് എന്തെങ്കിലും ചെറിയൊരു നടപടി എടുക്കുക, അത് കടലാസ് നടപടിയായി മാറി നിൽക്കുന്നു. അത് വീതി കൂട്ടുന്നതിന് ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് വീതി കൂട്ടുന്നതിന് ഗതാഗതമാക്കുന്നതിനും വേണ്ടിയുള്ള പണി നടക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്ത് ആര്യവൈദ്യശാലയ്ക്ക് താഴെയുള്ള കാക്കാത്തോണ്ട് ഒരു പാലമുണ്ട്. ഇപ്പോൾ 2 സൈഡിലും റോഡ് അത്യാവശ്യം കുറച്ച് വീതി ഉണ്ട്. അവിടെ ചിലപ്പോൾ ബോട്ടിലിനൊക്കെ വേണ്ട ഒരു പാലം, 2 വണ്ടിക്ക് കയറി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. 5,11,00,000 രൂപ ഗവൺമെൻറ് അനുവദിച്ചു ആ പാലം ഇതാക്കാൻ വേണ്ടി. അതിന് സർവേ നടപടിക്ക് 5,600 രൂപ ഫീസ് അടയ്ക്കാൻ വൈകി, മുനിസിപ്പാലിറ്റി അടച്ചില്ല സർവേ നടത്തി കൊടുക്കണം. അതിന്റെ ഭാഗമായിട്ട് PWD എഞ്ചിനീയർ പോക്കറ്റിൽ നിന്ന് എടുത്ത് പൈസ അടച്ചിട്ടാണ് ആ സർവേ ഫീസ് അടച്ചത്. അത് എന്തുകൊണ്ട് ഇത്ര വൈകി പോകുന്നു? ആ പൈസ ഞാൻ പറഞ്ഞു 5,11,00,000 രൂപ അനുവദിച്ച അത് 2 വർഷത്തിലേറെയായി. ഇതുവരെ ഈ ഒരു അമാദിച്ചുകൊണ്ട് ഇപ്പോൾ അടുത്ത കാലത്താണ് ഇപ്പോൾ ഇത് ആ PWD എഞ്ചിനീയറുടെ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം അതിന്റെ നടപടി മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇത് പദ്ധതി നടപ്പിലാക്കുന്നത് PWD ആണ്. PWD നടപ്പിലാക്കേണ്ട ഒരു പ്രൊജക്റ്റ്, അതുകൊണ്ട് അവിടെ സർവേ നടത്തിയതുകൊണ്ട് റോഡ് വീതി കൂടുമോ? ആ നിലവിലുണ്ടായിരുന്ന ആളുകൾ റോഡ് സ്വമനസാല വിട്ടുതരണമെങ്കിൽ ഒരു ജനകീയമായിട്ടുള്ള ഒരു സംവാദത്തിലേക്കും ജനകീയമായ ഇടപെടലിലേക്കും പോകണം. ഇപ്പം കോട്ടക്കൽ നഗരസഭയും മറ്റുള്ള കാര്യങ്ങളും നഗരത്തിലുള്ള റോഡുകൾ എന്ന് പറഞ്ഞാൽ കയ്യേറ്റമുണ്ടെങ്കിൽ ഒഴിപ്പിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ അതിന് രാജേഷ് ഉദാഹരണം പറഞ്ഞു, ഒഴിപ്പിക്കുന്നതിൽ ഒരു വീഴ്ച വരുത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അങ്ങനെ എന്താണ് അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം? 2010 മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം ആ സമയത്ത് ആ ബിൽഡിങ്ങുകളൊക്കെ അവിടെ ഉണ്ട്. അതിൽ ബിൽഡിങ്ങുകളൊക്കെ നിലവിലുണ്ട്. റോഡിൻ്റെ മോഡറേറ്റർ പറഞ്ഞുകൊണ്ട് പറയണേ, ആ ബിൽഡിങ്ങുകളൊക്കെ നിലവിൽ ആ റോഡിൻ്റെ 2 സൈഡിലുണ്ട്. എൻക്രോച്ച്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ പൊളിച്ചു മാറ്റണം. അത് ശരിയാണ്. എൻക്രോച്ച്മെൻറ്റ് നടന്നില്ലെങ്കിൽ പൊളിച്ചു മാറ്റണം. മറ്റത് എങ്ങനെ പൊളിച്ചു മാറ്റാം? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചിരിക്കില്ലേ? CPM ഇടതുപക്ഷ പ്രസ്ഥാനോ അതിനൊപ്പം നിൽക്കില്ല. കാരണം ഈ നാട്ടിലെ പൊതു മുതൽ കയ്യേറിയിട്ടുള്ള ഏത് ഭൂമിയാണെങ്കിലും ആര് കയ്യേറിയാലും അത് പൊളിക്കുന്നതിന്, ആ എൻക്രോച്ച്മെന്റ് പൊളിച്ച് പൊതു ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന പണികൾക്ക് ഏതറ്റം വരെയും 100% പിന്തുണ ഈ പ്രസ്ഥാനം ഉണ്ടായിരിക്കും. എവിടെയെങ്കിലും സർവേ നടത്തി പൊളിച്ചു മാറ്റണം. അതിന് ആർജവമുള്ള ഒരു മുനിസിപ്പാലിറ്റി ആവണം. അത്രേ ഉള്ളൂ. അതാണ് പോയിന്റ്. അത് ശരി. ഇവിടെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ കെ പറഞ്ഞല്ലോ, ഈ ഫണ്ട് ഗവൺമെന്റിന്റെയാണ്, അത് ഗവൺമെന്റ് നടപ്പാക്കുന്നതാണ്, താഴെ അറിയണില്ല എന്നുള്ള രീതിയിലാണ്. ഞാൻ ചോദിക്കട്ടെ, നാഷണൽ ഹൈവേ എന്നുള്ളത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്, നാഷണൽ ഹൈവേ കേന്ദ്രത്തിന്റെയാണ്. അത് സംസ്ഥാനത്ത് നടപ്പാക്കണമെങ്കിൽ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുള്ളതാ? സംസ്ഥാന സർക്കാരിനാണ്. 25% പൈസ കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇടപെട്ടപ്പോഴാണ് ഹൈവേ വന്നത്. അതിലേക്കല്ല ഞാൻ പോകുന്നത്. ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിവരം കൊടുക്കുന്നുണ്ട്. ആ സ്ഥാപനങ്ങളുടെ അധികാരികൾ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുപടി ലോക്കൽ സംസ്ഥാന ഫെഡറൽ സിസ്റ്റവും സ്റ്റേറ്റ് സിസ്റ്റവും ഒന്നിച്ച് കൂട്ടിക്കെട്ടരുത്. ഇത് സ്റ്റേറ്റിന്റെ അടിയിലുള്ള ഒരു LSTD ആണ്. ഇതിനെ സഹായിക്കേണ്ടതും ഇതിനെ സംരക്ഷിക്കേണ്ടതും ഇടപെടൽ നടത്തേണ്ടതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എല്ലാ ഇടപെടലുകളും കോട്ടക്കൽ നഗരസഭ നടത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റേറ്റിന് സ്ഥലം വാങ്ങിക്കൊടുത്ത സ്റ്റേറ്റിന്റെ അഗ്രിമെന്റ് എന്താ? സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ടേക്കൻ ഗിവൺ ആണ്. ഒന്ന് ഇവിടുന്ന് എടുത്തു കൊടുക്കുക, അവിടുന്ന് തരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ഥലം എടുത്തു കൊടുത്തെങ്കിൽ മാത്രമേ ആര് സ്ഥലം കൊടുക്കുള്ളൂ? ഇവർ മറ്റേ സെൻട്രലിൽ നിന്ന് അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പോലുള്ള നാഷണൽ ഹൈവേ വർക്കാണ്. അതും ഒരു ചെറിയ നഗരസഭയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നല്ല, അത് ലീഗലാണ്. അല്ല, അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നല്ല, അത് ലീഗലിയാണ്. എല്ലാ സ്റ്റേറ്റിലും ഇതേമാതിരി അല്ല. ചില സ്ഥലത്ത് മാറ്റം ഉണ്ടാവും. നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ സ്ഥലം എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ സ്ഥലത്ത് കൊടുക്കാം. നമ്മൾ കൂട്ടി പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കംഫർട്ട് സ്റ്റേഷനാണ് മിക്ക സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിനകത്തൊരു മിക്ക സ്ഥലത്തും ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. ഫലവത്തായ രീതിയിൽ നടക്കാത്ത രീതിയിലാണ് എന്നാണ് തോന്നുന്നതാണോ അറിയില്ല. എങ്കിലും
മറ്റൊരു കൺഫെസ്റ്റേഷൻ നല്ലൊരു ഇപ്പോഴത്തെ ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു കൺഫെസ്റ്റേഷൻ അത്യാവശ്യമല്ലേ ഒരു നഗരത്തിൽ? കോട്ടക്കൽ നഗരസഭയിലെ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലുള്ള കൺഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാ രീതിയിലും നമ്മുടെ ULCC ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആ രീതിയിലുള്ള ഒരു കൺഫെസ്റ്റേഷൻ ഇപ്പോൾ ബസ് സ്റ്റാൻഡിനകത്താണുള്ളത്. മറ്റ് സ്ഥലങ്ങളിലൊന്നും ODF ആയിട്ട് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള ബസ് മാർക്കറ്റിൻ്റെ ഉള്ളിലുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ മുന്നിലുണ്ട്, പൊതുസ്ഥലങ്ങൾ കിട്ടാവുന്ന സ്ഥലത്തൊക്കെ ഇത്തരത്തിലുള്ള കൺഫെസ്റ്റേഷൻ ഉണ്ടാക്കുകയും സ്ത്രീകൾക്ക് പോലും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള 100% എനിക്ക് തോന്നുന്നു ആ ബിൽഡിങ്ങിൻ്റെ നിയമാനുസൃതമായിട്ടുള്ള മുഴുവൻ ടോയ്ലറ്റുകളും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് തുറന്നു കൊടുത്തിട്ടുണ്ടോ? തുറന്നു കൊടുത്തിട്ടുണ്ട്. പൈസയും ലേലം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അത് ലേലം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൾക്കാരത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് അവിടെ ബസ് സ്റ്റാൻഡിൽ പോയി എപ്പോഴെങ്കിലും ഒന്ന് പോയി നോക്കണം. കാരണം ബസ് സ്റ്റാൻഡിലേക്ക് ഇവർക്ക് കയറാൻ ചെറിയൊരു മടി ഉണ്ടാവും. എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ളത്? CPM-ന് ബസ് സ്റ്റാൻഡിന്റെ അല്ല 2018-19 ഞങ്ങളത് തറക്കല്ലിടുമ്പോൾ ആ പരിപാടി ബഹിഷ്കരിച്ചത് CPM ആണ്. ആ ബഹിഷ്കരിച്ച അതിന്റെ ഉദ്ഘാടന പരിപാടി മാത്രം രാജേഷ് മിനിസ്റ്റർ വന്നപ്പോൾ മാത്രമാണ് ഇവരാ കയറിയത്. അതിപ്പോൾ കച്ചവടക്കാർക്ക് കഴിഞ്ഞ 2-3-4 മാസം മുന്നേ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തുറന്നു. അന്നും ആ ബസ് സ്റ്റാൻഡ് ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഒന്ന് രാജേഷും കൂട്ടരും ഒന്ന് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കൺഫെസ്റ്റേഷനൊക്കെ വർക്ക് ചെയ്യണ്ടോ നോക്കാം. നമ്മൾ ആ കഴിഞ്ഞ ബഹിഷ്കരണമൊക്കെ കഴിഞ്ഞല്ലോ. അന്ന് ഞാൻ പറഞ്ഞാണ് ഈ ബഹിഷ്കരിച്ചാൽ ഇത് നല്ല ബസ് സ്റ്റാൻഡായി മാറുമ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് നമുക്ക് കുറേ പറയാനുണ്ടാവും. ഒട്ടനവധി സമയം വൈകിയതിനെ കുറിച്ച് ഇവർക്ക് പറയാനുണ്ടാവും. പക്ഷേ ഒരു പ്ലേ ഗ്രൗണ്ടിൽ ഒരു വലിയ ഒരു സ്വപ്നം കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അത് കാണാൻ വേണ്ടി വന്നത് പ്ലേ ഗ്രൗണ്ടോ അല്ല, ഒരു ഒഴിഞ്ഞു കിടന്ന ഒരു പ്ലേ ഗ്രൗണ്ട് മാതിരിയുള്ള സ്ഥലമായിരുന്നു. പറയുമ്പോ പറഞ്ഞാൽ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കളിസ്ഥലം ഉണ്ടോ? ഇതിലൊരു കാര്യം പറയണ്ടേ? ഞാൻ പറഞ്ഞാൽ പ്ലേ ഗ്രൗണ്ട് പറഞ്ഞാൽ മഴയാണെങ്കിൽ മഴ കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 1973 മുതൽ സ്ഥലം കോവിലത്ത് നിന്നും വാങ്ങി അവിടുത്തെ അന്നത്തെ കാലത്തുള്ള ആവശ്യങ്ങൾക്ക് ആവശ്യമായുള്ള സൗകര്യങ്ങൾക്ക് അടിസ്ഥാനങ്ങൾ അത്രയൊക്കെ. പിന്നെ ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് വന്ന മുനിസിപ്പാലിറ്റി 2018-19 ഇതിന് തറക്കല്ലിട്ടു. 2023-24 അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അത് ഉദ്ഘാടനം കഴിയുമ്പോൾ അത് ഏറ്റവും നല്ല ഒരു ബസ് സ്റ്റാൻഡാണെന്ന് പറഞ്ഞത് ഇവിടുത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ഇത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണാൻ വന്ന് ഞങ്ങളോടൊക്കെ എങ്ങനെയാണ് പ്രശംസ പിടിച്ചു പറ്റിയ ഒരു ബസ് സ്റ്റാൻഡാണ്. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ കൂടെയാണ് പറഞ്ഞത് ഈ വിഷയം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് അതിൻ്റെ കൂടെ? ഇത് ഈ ബസ് സ്റ്റാൻഡ് അവിടെ പണി കഴിഞ്ഞപ്പോഴും തൊട്ടപ്പുറത്ത് മാർക്കറ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റ് ഉണ്ട്. ഇതുവരെ അതിൻ്റെ സ്ഥിതി എന്താണ്? ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്നതാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ സ്വാഗതം ചെയ്താണത്. ഇതിൻ്റെ പിന്നെ DPR പോയി വന്ന് അതിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളും വന്ന് ഡിസ്പ്ലേ ചെയ്ത സമയത്ത് സർവകക്ഷി യോഗം വിളിച്ച് KK ചെയർമാനായിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ പോയി അതിന് എല്ലാവിധ പിന്തുണയും കൊടുത്താണ്. എല്ലാവിധ പിന്തുണയും കൊടുത്താണ് ഇതിന്റെ എല്ലാ. പിന്നീട് ഒരു ബഹിഷ്കരണം എന്ന രീതിയിൽ ഞങ്ങൾ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പങ്കെടുത്തില്ല. കാരണം ഞങ്ങൾ ഔദ്യോഗികമായിട്ട് രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കണം, എന്നാലും ഞങ്ങൾ പങ്കെടുക്കുക. അവരാ കൗൺസിലുള്ള ആളുകൾ മാത്രം ക്ഷണിച്ച് അവർ പോയിക്കോട്ടെ. ക്ഷണം കിട്ടാത്ത വിളിക്കാത്ത സദ്യക്ക് ഇലയിടുന്ന പരിപാടി ഞങ്ങൾക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ക്ഷണിച്ചാൽ ഞങ്ങൾ പോകും. ക്ഷണിച്ച പരിപാടിക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മിനി ഒരു ഓഡിറ്റോറിയം അവിടെ ഉദ്ഘാടനത്തിന് ചെയർപേഴ്സൺ പിന്നെ LC സെക്രട്ടറി എന്ന രീതിയിൽ എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ പാർട്ടിയുമായി ആലോചിച്ചു, പോയിക്കൊള്ളാൻ പറഞ്ഞു പോയി. അതുപോലെ ഔദ്യോഗികമായി ക്ഷണം കിട്ടുന്ന അങ്ങനെ ഒരു സ്റ്റേഡിയം നന്നായി നിലവിലുണ്ടോ? ഇപ്പോൾ കോട്ടക്കൽ നഗരസഭയിലെ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന നഗരസഭ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് നഗരസഭ ഗ്രാൻഡ് ഇല്ലാതെ ഈ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ അടുത്തും മറ്റുള്ള സ്പോർട്സ് മിനിസ്റ്റർ അടുത്തും, ഞാൻ സ്പോർട്സ് കൗൺസിൽ മെമ്പറാണ്, ഞാൻ നെറ്റ്ബോൾ അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. ആ മെമ്പർ എന്ന നിലക്കും ഇവിടുത്തെ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് നമ്മളെ ബഹുമാന്യനായ തിലകേട്ടനാണ്. അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് CPM-ൻ്റെ. അവരൊക്കെ കൂട്ടി ഞങ്ങൾ ബഹുമാന്യനായ മിനിസ്റ്ററെ കണ്ട് ഞങ്ങൾക്ക് ഫണ്ട് അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പോലും അത് അനുവദിക്കാതെ ഇരുന്നിട്ടും ഈ കോട്ടക്കൽ നഗരസഭയിലാണ് കേരളത്തിൽ തന്നെ നഗരസഭ ഒരുക്കിയിട്ടുള്ള ഫോൺ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും മനോഹരവും അതിബൃഹത്തായ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉള്ളത് കോട്ടക്കൽ നഗരസഭയിലാണെന്ന് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. ഞങ്ങളത് ബഹിഷ്കരിച്ചിട്ടൊന്നുമില്ല. അതിൽ ഉദ്ഘാടനം നേരത്തെ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം അവിടുത്തെ മുൻ ചെയർപേഴ്സൺ തന്നെ അത് ബഹിഷ്കരിച്ചു. അവരുടെ കൗൺസിൽ അംഗമായിട്ടുള്ള
ബുഷറ ഷബീർ എന്ന് പറയുന്ന ചെയർപേഴ്സൺ അതിന്റെ ഉദ്ഘാടനം ഇവന്റെ ബഹിഷ്കരിച്ചു. പിന്നെ ഞങ്ങളെ അതിന് ബഹിഷ്കരിച്ചു വെറുതെ അത് മൂടി വെക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടിയും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് എന്റെ വീട്ടിലൊരു ഉത്സവം നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പിന്നെ അയ്യപ്പമുളക്കിന് പോകാൻ എന്നെ കൊണ്ട് പറ്റുമോ? അതിന്റെ ഞങ്ങളിവിടെ ഒരു പരിപാടി നടത്തുന്ന സമയത്ത് അവർ ഉദ്ഘാടനം നടത്തിയാൽ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. അപ്പൊ ഞങ്ങൾക്ക് സൗകര്യമുള്ള സമയമാണെങ്കിൽ ഞങ്ങൾ പോകും, അല്ലെങ്കിൽ എല്ലാ ആശംസകളും നേരും, അതല്ലേ പറ്റുള്ളൂ. പത്രം എടുത്ത് നോക്കുക. അന്ന് CPIന്റെ ഞങ്ങളെ പ്രിയപ്പെട്ട മാസ്റ്റർ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ CPM ബഹിഷ്കരിച്ചാണ് അന്നത്തെ പിറ്റേന്ന് പറഞ്ഞില്ല. BJP പങ്കെടുത്തിരുന്നു. ബസ് സ്റ്റാൻഡിനെ പറ്റി പറയാൻ അല്ല, ഇതിലേ ഒരു കാര്യം കൂടി എനിക്ക് അവസരം തന്നെ. അവിടെ ചോദ്യങ്ങൾ മാത്രമാണ്, അതിന് മറുപടി പറയെങ്കിൽ മാത്രമല്ല എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ട്. നല്ല രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് ചോദിക്കാനുള്ള അവസരം തന്നെ. നഗരസഭയിലത്തെ ആൾക്കാരും അവിടെ വന്നിട്ട് ഇതേ ഒരു മോഡലൊക്കെ നോക്കി. പക്ഷെ 3 വർഷത്തോളം ആ ഡെഡായി കിടന്നു. ആ ഡെഡായി കൊടുത്ത് തനത് വരുമാനം ഒരുപാട് പോയി. മുനിസിപ്പാലിറ്റിക്ക് കിട്ടേണ്ട ഒരുപാട് വരുമാനം, അതുകൊണ്ട് ഒരുപാട് വാർഡുകളിൽ നിന്നുള്ള വികസന പ്രവർത്തനം ഡെഡായി പോയി. ഇല്ലേ? അത് കൃത്യതയാണ്, അത് ശരിയാണ്. അത് ആരോട് പറഞ്ഞിട്ട് സമ്മതിക്കും? കാരണം അവിടെ കിടക്കല്ലേ 3 വർഷമായിട്ട്. അത് ചെയ്യേണ്ടതല്ലേ, കിട്ടുന്ന വരുമാനം. ഇത്രയും വർഷക്കാലം അതിന്റെ വരുമാന നഷ്ടം ഉണ്ടാക്കി. 49 ലക്ഷം രൂപയാണ് 3 മാസം കൂടുമ്പോൾ തനത് ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തിരുന്നത്. ഈ ഫണ്ട് ഇവിടുത്തെ വികസനത്തിന്, ഇവിടുത്തെ കുടിവെള്ളം ഇല്ലാത്തവന് കുടിവെള്ളം എത്തിക്കാൻ, വീടില്ലാത്തവന് വീട് നിർമ്മിക്കാൻ, റോഡില്ലാത്തവർക്ക് റോഡ് കെട്ടാൻ, ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയൊക്കെ വിനിയോഗിക്കേണ്ട ഫണ്ട് എടുത്തിട്ടാണ് ഇവർ ഈ പദ്ധതിക്ക് പലിശയും മുതലായിട്ട് അടച്ചിരുന്നത്. ഇത് എന്തുകൊണ്ട് പോയി? അടയ്ക്കേണ്ടത് അടയ്ക്കണം. 17 കോടി രൂപ KURDFC ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ ബാധ്യതപ്പെട്ടവരെയാണ്. പക്ഷേ അത് അവിടെ നിന്നുള്ള വാടക ഇനത്തിൽ ഈടാക്കിക്കൊണ്ട് തിരിച്ചടക്കേണ്ടമായിരുന്നു. അങ്ങനെ അവിടുത്തെ വാടക 104 റൂമിൻ്റെ വാടക കൃത്യമായി പിരിച്ചിരുന്നെങ്കിൽ ഇതിന് തിരിച്ചടവും ബാക്കിയുള്ള ഫണ്ട് കൊണ്ട് വീണ്ടും ഇവിടെ വികസന പ്രവർത്തനം നടത്താൻ ഒരു കഴിവായിരുന്നു. അത് നടത്തിയില്ല. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഏത് ഫണ്ടാണ് ഇവർ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നത്? ഇവിടെ കഴിഞ്ഞ ഞാനിപ്പോൾ ബേസ് ചെയ്ത് പറയുന്നത് 2023-24 ഓഡിറ്റ് റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. കാരണം അതാണ് ആധികാരിക രേഖ, നമുക്ക് ചോദിച്ചാൽ കിട്ടുന്ന രേഖ. മറ്റൊക്കെ നമുക്ക് ആ ചോദ്യത്തിൽ 2023-24 മൊത്തം അടങ്കൽ 40,15,97,651 രൂപയാണ്. അവർ ചെലവാക്കിയത് 11,65,63,886 രൂപ മാത്രമാണ്. അത് 29%. ബാക്കിയുള്ള 71% എന്ത് ചെയ്തു? എന്തുകൊണ്ട് അത് ലാപ്സ് ആക്കി കളഞ്ഞു? ഉത്തരം പറയാം. രണ്ട് കാര്യം ചോദിച്ചേ. ഒന്ന്, മുനിസിപ്പാലിറ്റിയിലെ ഈ ബസ് സ്റ്റാൻഡ് എന്തുകൊണ്ട് സമയം വൈകി എന്നുള്ളത്. ഇത് ഉദ്ഘാടനം ചെയ്ത് 2023-ലാണ്. ഈ നിലവിലുണ്ടായിരുന്ന കച്ചവടക്കാരും നഗരസഭയും ചേർന്നുണ്ടാക്കിയിട്ടുള്ള റെന്റ് അഗ്രിമെന്റിന്റെ പേരിൽ സർക്കാരിന്, മുനിസിപ്പാലിറ്റിക്കെതിരെ വ്യാപാരികൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതെന്ന് ഇവിടെ കോട്ടക്കൽ മുഴുവനുള്ള ആളുകൾക്ക് അറിയാം. അന്ന് കൗൺസിൽ ഉണ്ടായിരുന്ന ആ കൗൺസിൽ ഭാഗമായിട്ടാണ് നീണ്ടുപോയത്. അതിനുശേഷം ഇപ്പോൾ അവരുമായിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി ഇനിയും വാടക തരാൻ നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്, കൗൺസിൽ കൂടിയ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തന്നെ തുറക്കാൻ സാധിച്ചത്. പിന്നെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അവിടെ പൂട്ടിയെടുക്കുന്നു നോക്കണ്ട, കറക്റ്റായിട്ട് വാടക കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കാര്യം എന്താണ്? ഓഡിറ്റ് ഞാൻ കൗൺസിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ രാജേഷ് പറഞ്ഞ ഓഡിറ്റിൽ 40 കോടി രൂപ എവിടുന്ന് അടങ്കൽ തകണ്ടേ പദ്ധതിയുടെ ബഡ്ജറ്റിൻ്റെ കാര്യം പറഞ്ഞേ. കോട്ടക്കൽ നഗരസഭ ഈ 5 കൊല്ലവും പദ്ധതി എടുത്തു നോക്കിയാൽ 80% ഈ വർഷം 90% എക്സ്പെൻഡിച്ചർ ആക്കിയിട്ടുള്ള നഗരസഭ. ഒരു മൈക്ക് കെട്ടിയിട്ട് എനിക്കും പറയാം 100% ചെലവാക്കുന്നത്. ഇത് ഓഡിറ്റ് റിപ്പോർട്ട് കണക്ക് പ്രകാരം വിവരാവകാശം കൊടുത്താൽ 10 രൂപ കൊടുത്ത ആരും കിട്ടും കണക്ക്. ആ കണക്കാണ് പറയുന്നത്. മൊത്തം അടങ്കൽ 40 കോടി സംതിങ്, ചെലവാക്കിയത് 11 കോടി സംതിങ്. കോട്ടക്കൽ നഗരസഭ ഒരിക്കലും 40 കോടി രൂപേന്റെ ഒരു പദ്ധതി ഉണ്ടാവില്ല. ബഡ്ജറ്റ് പ്രൊവിഷനാണ് പറയുന്നത്. 2022 അടങ്കൽ എന്നാൽ എന്താ? അത് ബഡ്ജറ്റിന്റെ അടങ്കലാണോ പദ്ധതിയുടെ അടങ്കലാണോ? പദ്ധതി അടങ്കൽ എത്ര എക്സ്പെൻഡിച്ചർ ആക്കിയിട്ടുണ്ട്? ആക്കിയതാണ് പറയുന്നത് 11,65,00,000. ഒരിക്കലും അല്ല, തെറ്റായ കണക്കാണ്. ഇപ്പൊ മറ്റൊന്ന് അതിൽ തന്നെ പറയുന്നു, അതില് 267 പദ്ധതികളാണ് ആ വർഷം കൊടുത്തത്. അതിൽ നടപ്പിലാക്കിയെന്ന് പറയുന്നത് 138 എണ്ണമാണ്, 51% മാത്രം. ബാക്കി 48% നടപ്പാക്കിയിട്ടില്ല. അതാണ് പറയുന്നത്. ആ ബാക്കിയുള്ള സംഖ്യ ഈ ഇതിലേക്ക് നീക്കി വെച്ച സംഖ്യയാണ്. അത് എന്തുകൊണ്ട് നടപ്പാക്കാതെ പോയി? നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വന്നിട്ട് ഇത് ചെലവാക്കിക്കോളൂ ഈ ഒരു മാസത്തിനുള്ളിൽ ഏതൊക്കെ പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളത് 50,000 ചെലവാക്കി ബാക്കി 50,000 കയ്യിൽ വെച്ച് നടന്നാൽ ബാക്കി 1 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വാങ്ങും. സ്വാഭാവികമാണ്. അങ്ങനെ നഷ്ടപ്പെടുത്താനോ ആ 50,000 കൂടി നിങ്ങളെ ഒരിക്കലുമില്ല, തെറ്റായ കണക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ കേരളത്തിലുള്ള ഏറ്റവും എക്സ്പെൻഡിച്ചർ ചെലവാക്കിയിട്ടുള്ള നഗരസഭകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു നഗരസഭ സൈറ്റിൽ നോക്കിയപ്പോ കിട്ടും. ഏതോ കാലത്ത് ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട്. അതും വെച്ചിട്ട് പറയണിപ്പോ ഏതോ കാലത്ത് ഒരിക്കൽ എന്താണ് പറയും. സാധാരണ നിലയ്ക്ക് ഈ ചില പദ്ധതി വിഹിതം ഉണ്ടല്ലോ, അത് നടപ്പിൽ വരുത്താൻ പറ്റില്ല.
അതിന് ഗുണഭോക്താക്കളുണ്ടെങ്കിൽ നടത്താൻ പറ്റുള്ളൂ. 100 കോടി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ കോടിക്കുള്ള പദ്ധതി ഗുണഭോക്താക്കൾ കുറച്ചുള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പദ്ധതി നടത്താൻ പറ്റില്ല. അതിന് റെക്ടിഫിക്കേഷൻ കൊടുക്കണ്ടേ? കൊടുക്കണം. അതെന്തോട് കൊടുക്കുന്നില്ല? അത് കൊടുക്കണം. കാരണം അതിന് നടത്താൻ പറ്റില്ല. 100 കോടി നമ്മൾ വകയിരുത്തിയിരുന്നെങ്കിൽ അതിന് സാധാരണ നൽകി 50 ഗുണഭോക്താക്കൾ BJP അംഗം, അദ്ദേഹം അവിടുത്തെ കൗൺസിൽ അംഗമാണ്. ഞാനും രാജേഷും പുറത്താണ്. നഗരസഭയ്ക്ക് പറയുകയാണെങ്കിലും കൊള്ളരുതായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. ഭരണമോ പ്രതിപക്ഷമോ ഒന്നുമില്ലെങ്കിൽ ഭരണകക്ഷിയിലെ അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് 6 പേര് ഇറങ്ങി പോന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ 9 7 ചുരുങ്ങി നേരത്തെ പറഞ്ഞല്ലോ. 21 നിന്ന് 6 പോയത് പിന്നെ തിരിച്ചു നിന്നപ്പോ ഞങ്ങൾ പറഞ്ഞ നാളത്തെ 9-ൽ 6 പോയി 7 പോയി എന്ന് പറയുന്നത് ഇന്ന് ഈ കോട്ടക്കൽ നഗരസഭയിലൂടെ കൗൺസിലിന്റെ സ്റ്റാൻഡിംഗ് എണ്ണമാണ് പറഞ്ഞത്. ഞങ്ങൾ അന്ന് 21 ആൾക്കാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കാലത്ത് ഉണ്ടായിട്ട് ഞങ്ങളുടെ അഭിപ്രായ ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ. അത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നമ്മളെ മറ്റൊരു കാര്യം ഇതിന് അനുബന്ധമായിട്ട് ചോദിക്കാണ്ട്, ഇപ്പോ ഇതുപോലെ തന്നെയാണ് ഗ്രാന്റ്, സർക്കാർ ഗ്രാന്റ് ആ വർഷം കിട്ടിയത് എത്രയാണെന്നറിയോ? സർക്കാർ ഗ്രാന്റ് പിന്നെ 10.31 കോടി രൂപയാണ് സർക്കാർ ഗ്രാന്റ് കിട്ടിയത്. 10.31 കോടി കിട്ടിയതിൽ ചെലവാക്കിയത് 6.78 കോടി രൂപ. ബാക്കി 3.53 കോടി എവിടെ? എന്ത് ചെലവാക്കാത്തത്? സ്പിൽ ഓവർ വർക്കിന്റെ മാത്രമല്ല, എന്ത് നിങ്ങൾ കിട്ടിയ ഫണ്ട് മെയിൻ്റനൻസ് നൽകിയ തുക 1.69 കോടി ചെലവാക്കിയിട്ടുണ്ടോ? മെയിൻ്റനൻസ് നൽകിയത് എന്താ? ഇവിടെ മെയിൻ്റനൻസ് നടത്താനായിട്ടാണോ? ഇത് ഭരണസമിതിയിൽ അംഗത്തിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ UDFന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിട്ട് ആധികാരികമായ ഡാറ്റാസ് ഇല്ല. കോട്ടക്കൽ ഞാൻ സൈറ്റിൽ എടുത്ത് നോക്കിയപ്പോൾ, ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സൈറ്റിൽ എടുത്ത് നോക്കിയപ്പോൾ കോട്ടക്കൽ നഗരസഭ കേരളത്തിലെ നമ്പർ 1 നഗരസഭകളിൽ പെട്ട ഒരു നഗരസഭയാണ്. എക്സ്പെൻഡിച്ചറിൽ മാത്രമല്ല, നമ്മളെ റവന്യൂവില് 92% ആണ്. മാർച്ച് വരേക്കുള്ള കളക്ഷനാണ് പറഞ്ഞത്. 92% ആണ് കോട്ടക്കൽ നഗരസഭയുടെ കളക്ഷൻ. അത് വലിയ നഗരസഭയിൽ വാടകയ്ക്ക് കൊടുത്ത എത്ര മുറികളുണ്ടെന്ന് പറയട്ടെ. അത് രേഖയിലില്ല. കോട്ടക്കൽ മുനിസിപ്പാലിറ്റി രേഖയിൽ എത്ര മുറി ഉണ്ടെന്ന് ചോദിച്ചാൽ, വിവരാവകാശം വഴി ചോദിച്ചാൽ ലഭ്യമല്ല. കണക്കാണ്. കോട്ടക്കൽ നഗരസഭയിൽ വാടകയ്ക്ക് കൊടുത്ത എത്ര മുറികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ലഭ്യമല്ല എന്ന് മറുപടി. അങ്ങനെ ഉദ്യോഗസ്ഥൻ തന്നിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന് നടപടി എടുക്കണം. നഗരസഭയുടെ ആസ്തികൾ കാണിക്കുന്ന രജിസ്റ്റർ ഉണ്ടോ? മറുപടി തന്നില്ലെങ്കിൽ നടപടി എടുക്കണം. ലഭ്യമല്ല എന്നുള്ളതാണ് അവരുടെ മറുപടി. ആസ്തി രജിസ്റ്റർ ഇല്ലാത്ത നഗരസഭ എന്തൊക്കെ സാധനമുണ്ട്? 10 സെന്റ് സ്ഥലമുണ്ട്, ഒരു വീടുണ്ട്, 4 കട്ടിലുണ്ട്, ഒരു കിടക്കുണ്ട്, ഇതുണ്ടെങ്കിൽ അതുപോലും ഇല്ല ഇവിടെ. എത്ര സ്ഥലമുണ്ട്? ആസ്തി രജിസ്റ്ററില്ലെങ്കിൽ ഈ പണ്ട റോഡുകളോ ഈ കണ്ട തോടുകളോ പണിയെടുക്കാൻ സാധിക്കൂല. ആസ്തി രജിസ്റ്ററിലെ ഇന്ന പ്രൊജക്റ്റിൽ ഇന്ന ആസ്തിയിലുള്ള ഇത്ര നമ്പർ പദ്ധതി, ഇത്ര നമ്പർ പ്രൊജക്റ്റിൽ പെട്ട ആസ്തിയിൽപ്പെട്ട പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇത്തരം രേഖകൾ സൂക്ഷിക്കേണ്ടത് UDFന്റെ ബാധ്യതയോ അവിടെ ഭരണസമിതി ചെയർമാന്റെ ബാധ്യതയല്ല. അതിനാണ് സർക്കാർ അവിടെ ശമ്പളം കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരെത്തില്ല. അത്തരത്തിലുള്ള അതാണല്ലോ അധികാര വികേന്ദ്രീകരണം. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണല്ലോ, തദ്ദേശ സർക്കാരാണല്ലോ. ഏറ്റവും മാന്യമായിട്ടും ഏറ്റവും നല്ല രീതിയിൽ ഒരു പൊതു ശ്മശാനത്തിന്റെ വിഷയം എടുക്കുകയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ നഗരസഭയിലെ സ്ഥിതി? കോട്ടക്കൽ നഗരസഭയിലെ പൊതു ശ്മശാനത്തിന് ഞങ്ങൾ 10 വർഷത്തിലധികമായി അത്തരത്തിലുള്ള ലാൻഡിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം, ആ വിഷയത്തിൽ ഒരു ബോധവൽക്കരണം കോട്ടക്കലിനും അത്യാവശ്യമാണ്. എന്തുകൊണ്ട്? കോട്ടക്കൽ അത്തരത്തിൽ പദ്ധതി കഴിഞ്ഞ 2017-18 വാർഷിക പദ്ധതിയിൽ അത്തരത്തിലുള്ള ശ്മശാനത്തിന് ഞങ്ങൾ ഫണ്ട് വെച്ചതാണ്. സ്ഥലം കിട്ടാനില്ല. സ്ഥലം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ലഭ്യമല്ലാത്തത് കൊണ്ടാണ് പൊതു ശ്മശാനം ഇല്ലാത്ത ഒരു പ്രശ്നം. ഞാനൊരു കാര്യം പറയട്ടെ. മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ മുനിസിപ്പാലിറ്റി സ്വന്തമായിട്ട് സ്ഥലമുണ്ട്. ആ സ്ഥലം വിനിയോഗിച്ചൂടെ? തൊട്ടടുത്തുള്ള മാറാക്കര പഞ്ചായത്ത് പോലും ഗ്യാസ് ക്രിമിറ്റോറിയം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്ര വരുമാനം, ഇതിന്റെ 10 ഭാഗം പോലും വരുമാനം ഇല്ലാത്ത മാറാക്കര പഞ്ചായത്ത് ഗ്യാസ് ക്രിമിറ്റോറിയം അവർ ആരംഭിച്ചു. അവിടെ നമ്മുടെ പ്രദേശത്ത് പോലും ഈ വിഷയമില്ലല്ലോ, സ്ഥലം കിട്ടാത്ത. ഇത് ഏത് സ്ഥലത്ത് എവിടെ ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രാദേശിക ഒരു വികാരം വരികയും ഇപ്പോൾ വളരെ മാന്യമായിട്ട് നിൽക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർ, പ്രത്യേകിച്ച് രാജേഷൊക്കെ അന്ന് അത് ഇവിടെ വേണ്ട,
ഗ്യാസിന്റെ ഞങ്ങളെവിടെയും വേണ്ടാന്ന് പറഞ്ഞു. ശ്മശാനം വേണം, പക്ഷെ ഞങ്ങളെവിടെയും ഞങ്ങളൊപ്പം വരാം, ഞങ്ങളൊപ്പം വരാം. നിങ്ങളെ പാലത്തറയിലെ ഭൂമി, അതുപോലെ തന്നെ ചെനക്കിലെ ഭൂമി, അവര് കൂടെ വരാമെന്ന് പറയുന്നത് അത് പ്രവർത്തിക്കാക്കണ്ട. അതിപ്പോ ഇവിടെ മൈക്കിലൂടെ പറഞ്ഞ കോട്ടക്കൽ നഗരസഭയിൽ സാധാരണ എല്ലാവർക്കും ശ്മശാനങ്ങളുണ്ട്. ഇത് ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ പൊതുവായിട്ട് കുറവാൻ വേണ്ടി വരിക. ശ്മശാനം ഓരോ വിഭാഗത്തിനും ശ്മശാനങ്ങളുണ്ട്. പിന്നെ പൊതുവായിട്ടൊരു ശ്മശാനം ഉണ്ടാക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ നിർദ്ദേശപ്രകാരം ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള ആധുനിക ഗ്യാസിന്റെ ആധുനിക സജ്ജീകരണത്തോട് ശ്മശാനം ഉണ്ടാക്കണ വെച്ചാൽ ഒബ്ജക്ഷൻ വരും. കാരണം എന്താ വെച്ചോ, ഞാൻ പറഞ്ഞു നോക്കൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചുറ്റുപുറം ഇത്ര സ്ക്വയർ മീറ്റർ അളവിൽ ജനവാസം പാടില്ല. അങ്ങനത്തെ കൺജസ്റ്റഡ് ആയ മേഖലയാണ് നമ്മൾ. അപ്പൊ ഒരു എന്താണ് ഈ മയിലാടി പ്ലാന്റ് നിൽക്കുന്ന സ്ഥലം ഇത്ര കൺജസ്റ്റഡ് ആണോ? മയിലാടിയിൽ മാലിന്യം കൊണ്ടേ തള്ളുക എന്നുള്ള ലക്ഷ്യപ്പേർക്കുള്ളൂ. അതുപോലെ സ്ഥലങ്ങളുണ്ടല്ലോ. എന്തിനാണ് ഇത് ഹാർട്ട് ഓഫ് ദ സിറ്റി ഞങ്ങൾ പറയുന്നില്ലല്ലോ. മയിലാടിത്തെ പ്ലാന്റിൽ മാലിന്യം തള്ളുന്ന കാര്യമല്ല പറഞ്ഞത്. ഒരു ഗ്യാസ് ക്രിമിറ്റോറിയം, ഒരു മാലിന്യം ഉണ്ടാകാത്ത സംഭവം തുടങ്ങാനാണ് പറയുന്നത്. മയിലാടി പ്ലാന്റിലേക്ക് ഇപ്പോൾ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് സംവിധാനം പോലും ഞങ്ങൾ കൊണ്ടുപോകേണ്ട എന്ന് തീരുമാനിച്ചത് അവിടുത്തെ ജനവികാരം കണക്കിലെടുത്തുകൊണ്ടാണ്. ജനങ്ങളെ ഇത്തരത്തിലുള്ള ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ച് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതിൽ CPM മിടുക്കന്മാരാണ്. ഇവിടെ ഞങ്ങൾ ജനകീയ വികാരം ഉയർന്നു വന്നത് അവിടെ മാലിന്യം ഡംപ് ചെയ്ത് ഒലിച്ചിറങ്ങി അത് ആ ഡംപിംഗ് ഉള്ളൂ, ഡിസ്പോസിംഗ് ഇല്ല, അല്ലെങ്കിൽ സംസ്കരണമില്ല. അത് എന്തുകൊണ്ടാണ്? അത് ജൈവമാണോ അല്ലെങ്കിൽ മറ്റേ പ്ലാസ്റ്റിക് ആണോ അല്ലെങ്കിൽ ജൈവമാണോ? പ്രശ്നമൊക്കെ തീർന്നില്ലേ? അത് തീർന്നല്ല, അത് അവിടെ നിന്ന് അവസാനിപ്പിച്ചു. ജനങ്ങൾ സമരം ചെയ്ത് അവസാനിപ്പിച്ചു. അവിടെ കൊണ്ടു ഇപ്പൊ നോക്കട്ടെ. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത്ര പോലും ഇല്ലാത്ത വരുമാനമില്ലാത്ത പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളൊക്കെ മാലിന്യ സംസ്കരണം ഭംഗിയായി നടപ്പാക്കുന്നുണ്ട്. വെളിയംപറമ്പ്, നല്ലളം, ബ്രഹ്മപുരം, ലാലൂര്, അവിടെയൊക്കെ ഇന്ന് ഇതേമാതിരി മാലിന്യം തള്ളിയ പ്രദേശങ്ങളായിരുന്നു. അവിടെയൊക്കെ സ്പോർട്സ് കോംപ്ലക്സ്, ലാലൂർ മറ്റേ IM വിജയന്റെ പേരിൽ സ്പോർട്സ് അക്കാദമിയാണ് അവിടെ തുടങ്ങിയിട്ടുള്ളത്. ആ മാലിന്യം തള്ളുന്ന പ്രദേശത്ത് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ നല്ലോണം എത്തിയ പണ്ട് കൊച്ചിനാണ്ടി പറയുന്നു കൊച്ചി എത്തി എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ട്. എന്ന പോലെ നല്ലോണം എത്തിക്കഴിഞ്ഞാൽ കോഴിക്കോട്ടേക്ക് ബസ്സിൽ നിന്ന് ഉറങ്ങണമെങ്കിൽ നല്ലോണം എത്തി നമ്മൾ ഉണരും, നാറി പൊടിച്ചിട്ട് നല്ലോണം. പക്ഷേ ആ നല്ലളത്ത് നിന്ന് പോയി നോക്കണം. UDF അല്ല ഭരിക്കുന്നത്, LDF ഭരിക്കുന്നത്. അവിടെ ആ നല്ലളത്തിലുള്ള സകല മാലിന്യങ്ങൾ നിർമ്മാണം ചെയ്തുകൊണ്ട് അവിടെ ഭംഗിയാക്കി മാറ്റി. മാലിന്യ ഡിസ്പോസിങ്ങിന് ജൈവ മാലിന്യ സംസ്കരണം, അജൈവ മാലിന്യ സംസ്കരണം, ഖരമാലിന്യ സംസ്കരണം ഓരോന്നിനും ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഒരുക്കി. അതാണ് ദീർഘവീക്ഷണത്തോടുള്ള കാഴ്ചപ്പാട്. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ മാലിന്യം CH ഓഡിറ്റോറിയത്തിന് സമീപത്ത് കൊണ്ടുപോയി തള്ളി തീപിടിച്ച് നശിപ്പിച്ച് തൊട്ടപ്പുറത്തെ ആരാ അവിടെ FHC-ലേക്ക് ഈ ദുർഗന്ധ മാലിന്യങ്ങൾ ഒക്കെ കത്തി പോവുക. ദീർഘവീക്ഷണത്തോടെ എറണാകുളത്ത് തീപിടിച്ചൊന്നും ഇവിടെ പറയണ്ട. നമ്മൾ എറണാകുളത്ത് തീപിടിച്ച കാര്യങ്ങളും ഇവിടെ പറയരുത്. ഒരു കാര്യം പറയട്ടെ, എറണാകുളത്ത് തീപിടിച്ചെങ്കിൽ അതും തെറ്റാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഈ നേരത്തെ പറഞ്ഞു സ്റ്റേഡിയം ഉണ്ടാക്കിയ കോട്ടക്കൽ ഇപ്പൊ ഉണ്ടാക്കിയ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ താഴെ ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്തുണ്ടാക്കിയ വേസ്റ്റ്. അവിടെ അന്ന് അത്തരത്തിലുള്ള സൗകര്യം, വേസ്റ്റ് ഇടാനുള്ള അനുമതിയും വേസ്റ്റ് ഇടാൻ സംവിധാനം ഡംപിങ് യാർഡാണ്. ഇന്ന് ആ ഡംപിങ് യാർഡിലാണ് ഇന്ന് കുട്ടികൾ വോളിബോൾ കളിക്കുന്നത്. ഇൻഡോർ സ്റ്റേഡിയം ഈ ഡംപിങ് യാർഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ ഇന്ന് ഉണ്ടാക്കിയ സംവിധാനത്തിനെ കുറിച്ച് നല്ലയിടത്ത് സമരം ഉണ്ടായിട്ടില്ലേ? നല്ലയിടത്ത് മറ്റേ ബ്രഹ്മപുരത്ത് സമരം ഉണ്ടായിട്ടില്ലേ? അത് നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് ആ സംവിധാനം ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ. അവിടെ സമരം ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാക്കിയാൽ. ജനങ്ങൾ അവിടെ ആവശ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അവിടെ വീടില്ലാത്ത സ്ഥലത്ത് ഡംപിങ്. കേരള സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഹരിത മിഷൻ പരിപാടി അറിയാലോ. അതിന്റെ ഭാഗമായിട്ട് സമ്പൂർണ്ണമായിട്ടും ഗ്രീൻ പ്രോട്ടോകോൾ എന്ന രീതിയിലേക്ക് കേരള സംസ്ഥാനത്തെ കൊണ്ടുവരണം. ഇവിടെ മാലിന്യരഹിത സംസ്ഥാനമായി മാറണം. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് ഫണ്ട് അനുവദിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണല്ലോ പൈസ കൊടുക്കുന്നത്. ഇവിടെ അനുവദിച്ച ഫണ്ട് എന്ത് ചെയ്തു? ആധുനിക അറവുശാലയ്ക്ക് കേരള സർക്കാർ 50 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അതുപോലും ഇവിടെ തുടങ്ങിയിട്ടില്ല. ഹരിതകർമ്മസേനയും ഹരിത മിഷനും ഒറ്റ കാര്യം, കോട്ടക്കൽ നഗരസഭ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു നഗരസഭയായി ഹരിത മിഷൻ്റെയും അതുപോലെ ശുചിത്വ മിഷൻ്റെയും അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ 248-ാം സ്ഥാനത്തും കേരളത്തിൽ 5-ാം സ്ഥാനത്തും മലപ്പുറം ജില്ലയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന നഗരസഭയുടെ പേര് കോട്ടക്കൽ. അത് ഇന്നൊന്ന് അവരെ കൊണ്ടുവന്ന് കാണിച്ചാൽ അത് 100-ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ഇത് എഴുതി തന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയിട്ടാണ്. ഇത് കോട്ടക്കൽ നഗരസഭ. അപ്പൊ ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ മറ്റുള്ള സ്ഥലത്തിന്റെ അവസ്ഥ എന്താവും? ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾ ഇവിടുത്തെ വോട്ടേഴ്സ് എന്നുള്ള ലെവലിൽ ആരോ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടോ നിങ്ങൾക്ക്? മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് KK ഇവിടെ പറഞ്ഞത്. ഇതിൽ സംസ്ഥാന ഹരിത മിഷൻ അടക്കം എന്തോ അവാർഡ് തന്നു എന്ന് പറഞ്ഞു. എന്തോ അവാർഡല്ല, ബെസ്റ്റ് അവാർഡ്.
ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി കോട്ടക്കൽ നഗരസഭ നടപ്പിലാക്കിയിട്ടുള്ള എന്ത് പദ്ധതിയാണ് താങ്കൾ മുനിസിപ്പൽ ചെയർമാനായ കാലം മുതൽ ഇന്ന് ഈ ഭരണസമിതി ഡിസംബർ 20 അവസാനിപ്പിക്കുന്ന ഈ സമയത്ത് പോലും ഒരു മിനി MCF പോലും നടപ്പാക്കാൻ കഴിയാത്ത ഒരു നഗരസഭയാണ് കോട്ടക്കൽ നഗരസഭ ആണല്ലോ? ആയിക്കോട്ടെ, കോട്ടക്കൽ നഗരസഭ. നിങ്ങളുടെ ഈ വർഷത്തെ ഒരു ടീം LDF ഭരിക്കുന്ന പെരിന്തൽമണ്ണ നഗരസഭയിൽ പോയി പച്ചത്തുരുത്ത് എന്താണെന്നുള്ളതും അത് പഠിക്കുകയും അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വരികയും ചെയ്തൊരു സാഹചര്യം ഈ കോട്ടക്കൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും എന്ത് നടപടിയാണ് ഈ നഗരസഭ വേസ്റ്റ് മാനേജ്മെൻറ്റ് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത്? ഏത് തരത്തിലുള്ള പദ്ധതി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും എന്നുള്ളത് കൂടി ഒന്ന് പറയാം, മുൻ ചെയർമാൻ എന്ന നിലയിൽ. ഞാൻ UDFന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് പറയുന്നത്, കോട്ടക്കൽ നഗരസഭ 1.25 കോടി രൂപയുടെ പദ്ധതിക്ക് ആവിഷ്കരിക്കുകയും അതിൻ്റെ അതിൻ്റെ വർക്ക് കോട്ടക്കൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത്, അതിൽ മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ MCFും ഇത് സഗ്രൈസ് ചെയ്തുകൊണ്ട് മറ്റ് സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തീർത്ത് അതിന് വർക്കുമായി മുന്നോട്ട് പോകുന്ന കാഴ്ച ഇവിടെയുള്ള എല്ലാവർക്കും കാണാവുന്ന. നമ്മുടെ മുനിസിപ്പാലിറ്റി CH ഓഡിറ്റോറിയം തൊട്ടുള്ള സാംസ്കാരിക നിലയത്തോട് ബന്ധിപ്പിച്ച് ഈ സംവിധാനം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സൊസൈറ്റിയാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത്. ഇത്രയും കാലം 60 വർഷത്തിന് മുകളിലായി കോട്ടക്കൽ നഗരസഭയിൽ MP ആയാലും MLA ആയാലും പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും ലീഗാണ്. ഇന്നേ വരെ എൻ്റെ ചോദ്യം അതാണ്, നിങ്ങളിവിടെ കമ്പിക്കൂട് പണിതു, അതിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് ഇത് പണിയാനുണ്ട്, ഇത് കേരളത്തിലെ ഏജൻസിയാണ് എടുത്തുള്ളത് എന്ന മറുപടിയല്ല. നിങ്ങൾ ഈ കോട്ടക്കിലെ ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതി ഞങ്ങളിതാ മിനി MCF ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്, ഇവിടെയാണ് ഞങ്ങൾ ഡംപിങ് യാർഡായിട്ട് ഞങ്ങൾ നടപ്പാക്കുന്നത് എന്ന് പറയാൻ ആർജവത്തോടു കൂടി ജനങ്ങളോട് പറയാൻ കഴിയോ? ഞങ്ങളിത് ജനങ്ങളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ കോട്ടക്കലും മറ്റുള്ള മുനിസിപ്പാലിറ്റികളും താരതമ്യം ചെയ്തുകൊണ്ട് പഠനത്തിൻ്റെയും അവിടെ പരീക്ഷണത്തിൻ്റെയും ഞങ്ങൾ ഡോക്യുമെൻറ്റേഷൻ്റെയും ഞങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന രീതിയെയും അതിങ്ങനെ വലിയ ഡംപിങ് യാർഡൊക്കെ ആക്കി നാട്ടിൽ പ്രക്ഷോഭം ഉണ്ടാക്കുന്ന രീതിയിലൊന്നും ചെയ്തില്ല. ഇവിടെ എല്ലാ മുനിസിപ്പാലിറ്റിയിലുള്ള പോലെ തന്നെ ഹരിത കർമ്മസേനയുടെ ആളുകൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ മറ്റുള്ള സ്ഥലത്ത് ചെയ്യുന്ന പോലെ തന്നെ അത് ആ സമയത്ത് തന്നെ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വളരെ മാന്യമായ രീതിയിൽ അതിനെ പരിപാലിച്ചു വന്നുകൊണ്ടാണ് കോട്ടക്കൽ നഗരസഭയ്ക്ക് 1ാം സ്ഥാനമായി. ഇത് 126 ലക്ഷം രൂപ ഇതിന്റെ ഈ പദ്ധതിക്ക് വേണ്ടി കേരള സർക്കാർ കൊടുത്തിട്ടുണ്ട്. അത് വിനിയോഗിക്കാതിരിക്കുകയാണ്. അതെങ്ങനെ? അതിന് ടെൻഡർ കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടെൻഡർ വർക്ക് തീർന്നു, അതിൻ്റെ പണി ഒരു 75% നടന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ട് അത് കോട്ടക്കൽ ടൗണിൽ തന്നെ തുടങ്ങിയാലും അത് വിഷയമാകില്ല എന്നുള്ളത് കൊണ്ടാണ് ടൗണിൽ തന്നെ അത്തരത്തിലുള്ള. ഇവരുടെ പ്രശ്നം അതല്ല, ഇതിന്റെ ഭാഗമായിട്ട് യൂസർ ഫീ പിരിക്കുന്നുണ്ട് ഓരോ വീട്ടിൽ നിന്ന്. അതുപോലെ തന്നെ സ്ക്രാപ്പ് വിൽപ്പന നടക്കുന്നുണ്ട്. ഇതിന്റെ ഒന്നും കണക്കില്ല. എത്ര രൂപയുടെ കച്ചവടം നടത്തിയിട്ടുണ്ട് സ്ക്രാപ്പ് കഴിഞ്ഞ വർഷം? കണക്കുണ്ടോ? അങ്ങനെ കണക്കില്ല. കേക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഭരിക്കുന്ന നിങ്ങളുടെ ചെയർപേഴ്സണോട് അവിടെ പോയി ഒന്ന് അന്വേഷിക്കൂ, നിങ്ങൾ ഇതിന്റെ സ്ക്രാപ്പ് വിൽപ്പന കണക്കൊന്ന് തരുമെന്ന്. നിങ്ങൾ അത് പാർട്ടി കമ്മിറ്റിയിലെങ്കിലും ഉന്നയിക്കൂ. എന്തുകൊണ്ട് നിങ്ങൾ ഇതിന്റെ കണക്ക് സൂക്ഷിക്കാതെ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങനെ സംഭവം നടക്കുമോ? ഒരാടുന്ന് പൈസ അങ്ങനെ നടക്കുന്നു എന്ന് ഞാനല്ല പറയുന്നത്, ഓഡിറ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ച കാര്യമാണ് ഈ പറയുന്നത്. എന്തുകൊണ്ട് 2023-24 ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കൂ പ്ലീസ്, എന്നിട്ട് നിങ്ങൾ സംസാരിക്കൂ. അതിൽ പറഞ്ഞതാണ് യൂസർ ഫീ, സ്ക്രാപ്പ് വിൽപ്പന തുടങ്ങിയവയുടെ വരവ് രേഖപ്പെടുത്താതെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒരു സമയത്തുള്ള ഇതിന്റെ ഫൈൻഡിങ് കാണിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഒബ്ജക്ഷനാണ് കാണുന്നത്. ഒബ്ജക്ഷനുള്ള ഫൈൻഡിങ് റിപ്പോർട്ട് ആൻസർ ഉണ്ടാവും. അത് വളരെ ക്ലിയർ ആയിട്ട് എടുത്തു കൊടുത്തെങ്കിൽ ഞാൻ ഇപ്പോൾ എന്നോട് ഇത് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞാൽ നാളെ അവിടെ അന്വേഷിച്ച് ഇതിൻ്റെ ഫൈൻഡിങ് ഫൈനലൈസ് ചെയ്ത ഇതിനെ സംബന്ധിച്ച് കാണിച്ചിട്ടും ഇത്തരത്തിലുള്ള കണക്കോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അതിന് ആൻസർ ഒറ്റ കാര്യം കൂടെ ചോദിക്കാം. കോട്ടക്കലിൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കുകയാണ്. 2ാം വാർഡിലെ ഇവരെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ തിരക്കിടില്ല. അവിടെ 2ാം വാർഡിൽ ഞാൻ പറയുന്നു SDPIയും CPM തമ്മിൽ സഖ്യത്തിലാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ രാജ്യം സമ്മതിച്ച ഇവിടെ രാംദാസ് പോലെയുള്ള സമുന്നതരായിട്ടുള്ള ആളുകൾ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തിന് ഇപ്പോഴുള്ള CPMന്റെ ആളുകൾ മറ്റുള്ള ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ മറുപടി ഒന്ന് പറഞ്ഞേക്കോ. കൃത്യമായി പറയുന്നു, SDPIയുമായി ഒരു കൂട്ടുകെട്ടിനും ഞങ്ങളില്ല, സഖ്യമില്ല. ഒന്നും കൂടി തീർത്ത് പറയാം, ഇവിടെ
പാർട്ടിയുടെയും മുന്നണിയുടെയും ഇത്രയും കാലത്തെ ഈ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് SDPI, ജമാഅത്തെ ഇസ്ലാമി, RSS എന്നീ 3 തീവ്രവാദ സംഘടനകളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട, അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യ അടുത്ത് ഈ വീഡിയോ ഒന്ന് സൂം ചെയ്ത് കാണിക്കണം. ഇത് ഇവിടെ കഴിഞ്ഞ ദിവസം ഈ ഓഡിറ്റോറിയത്തിൽ ഒരു മിനിറ്റ് ഞാൻ പറയാം 25ഓളം പേരും കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെയും മറ്റുള്ള പഞ്ചായത്തുകളിലുള്ള SDPI പ്രവർത്തകരും നേതാക്കന്മാരും ഇതില്ലേ. പിന്നെ ഇവിടെ അതാണ് മനസ്സിലാകാത്തത്. അല്ല നമുക്ക് ചർച്ച നമുക്ക് ഞാൻ പറയാം. അല്ലല്ല ഒരു മിനിറ്റ് എന്നോടാണ് ചോദ്യമെങ്കിൽ ഉത്തരം ഞാൻ പറഞ്ഞോളാം. ഫൈസൽ നടത്തോടി സ്റ്റാറ്റസ് വെച്ച് മനസ്സിലായി അവര് ഇല്ലെന്ന് പറഞ്ഞല്ലോ. എൻ്റെ വാർഡില് ഈ പ്രിയപ്പെട്ട KK ചെയർമാൻ ആയിരുന്ന കാലത്ത് ലീഗിൻ്റെ ഒരു പ്രധാന നേതാവായിരുന്നു അബ്ദു എന്ന് പറയുന്ന ആള്. അദ്ദേഹം ലീഗിൻ്റെ നേതാവായിരുന്നു. ഇന്ന് അദ്ദേഹം കൗൺസിലർ ആയിരുന്നു. ഇന്ന് അദ്ദേഹം ഒരു സംശയമില്ല കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലാണ്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞങ്ങൾ സത്യത്തിലാണ്. പറയട്ടെ. ഇന്ന് അദ്ദേഹം മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലാണ്. അദ്ദേഹത്തിന് ലീഗിലാണോ കോൺഗ്രസിലാണോ എന്നുള്ളത് UDF എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു KK നാസർ UDF ലാണ്. KK നാസർ കൈപ്പത്തിൽ മത്സരിക്കുന്നില്ലല്ലോ. എന്താണ് 35 വാർഡിലും കോടിയുമായി പോയപ്പോ 32 കോടി ഒടിഞ്ഞു പോയോ? കൊടുക്കാൻ വിട്ടുപോയോ? കൊടുക്കാൻ കിട്ടിയില്ലേ? 35 വാർഡിലും കോണിയുമായി പോയപ്പോ 32 വാർഡിലെത്തിയപ്പോ കോടി ഒടിഞ്ഞു പോയതാണോ? അവിടെ കൊടുക്കാൻ അപ്പം തൽക്കാലം കയ്യിൽ കയറിക്കോന്ന് പറഞ്ഞതാണോ? നമുക്കിവിടെ ഈ ചർച്ച ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇരുന്ന് പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു. മറ്റൊരു നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചർച്ചയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.